blessing today. യാദൃശ്ചികമായിട്ട് വാർത്ത കാണാൻ വേണ്ടി ചാനൽ വെച്ചപ്പോഴാണ് ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ ആദ്യമായി കണ്ടു തുടങ്ങിയത്. ഇത് നല്ലൊരു പ്രോഗ്രാമാണ്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന വിധത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ദൈവദാസന ദൈവവചനങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേര് ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും അതുപോലെ ഒരു വലിയൊരു മാറ്റവും കൊണ്ടുവരട്ടെ. ഇതിനു മുൻപുള്ള ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത 100 കണക്കിന് സ്പോൺസേഴ്സിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസറോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരു എക്സ്ക്ലൂസീവ് സ്പോൺസറാണ് ഇന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പത്തനംതിട്ടയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് യൂറിനറി ഭാഗങ്ങളിലുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണമായും സൗഖ്യമാകാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയെ കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തന്നെ അനുഗ്രഹിക്കുമാറാകണേ. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയും ലണ്ടനിൽ വെച്ച് നടക്കുന്ന പാത്തോളജി ഫൈനൽ എക്സാംസ് ഏറ്റവും നന്നായി എഴുതുവാൻ കർത്താവെ അങ്ങ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു റിസൾട്ട് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടില്ലാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവെ അവരുടെ മേൽ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിലെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കൊട്ടാരക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 17 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. അമരവിള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 18 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവുനന്ദ ഓഡിറ്റോറിയം, ഉദിയൻ കുളങ്ങര, അമരവിള. ഏതൊരാപത്തിലും ഏതു നേരത്തിലും മെല്ലെ മെല്ലെ കൈകൾ അടിച്ചുകൊണ്ട് പാടാം. അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ആരുമില്ല ഇതുപോലൊരുവൻ. താങ്ക് യു ജീസസ്. കൃപകൾ തരുവാൻ ആരുമില്ല ഇതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും ദൈവമേ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഏതൊരാപത്തിലും ഏതുനേരത്തിലും. Thank you, Jesus.
I have already given 10 ways through which you can increase in the favor of God. 10 വിധത്തിൽ ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ അനുകൂലതയിൽ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുവാനുള്ള കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. And I will give you a few more. അതിന്റെ കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോവുകയാണ്. Are you ready for the 11th way? 11ാമത്തെ വഴി അത് കേൾക്കുവാൻ, ദൈവ അനുകൂലത പ്രാപിക്കാനുള്ള അതിനുവേണ്ടി എത്ര പേർ തയ്യാറായിട്ടുണ്ട്? Shout hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. We will read from Proverbs chapter number 11 സദൃശവാക്യങ്ങൾ അതിന്റെ 11ാം അധ്യായത്തിലേക്ക് and നമുക്ക് verse വരാം. number 1. അതിന്റെ 1ാമത്തെ വാക്യം. The Lord detests dishonest scales, but accurate weights find favor with him. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ശരിയായ തൂക്കമോ അവിടുത്തേക്ക് പ്രസാദകരം. In other words, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, if you and I live in honesty, that will attract God's favor. നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ സത്യസന്ധതയോടുകൂടി നടന്നാൽ അത് ദൈവത്തിന്റെ പ്രസാദം നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. Did you listen to that? നിങ്ങളത് ശ്രദ്ധിച്ചുവോ? If you continue to live in honesty, that will bring God's favor into us. സത്യസന്ധതയിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രസാദം വരുവാനിടയായിത്തീരും. So many people are very honest publicly, but in the private life they are not honest. ഒത്തിരി ആളുകളും അവരുടെ പൊതുവുള്ള ജീവിതത്തിൽ, പബ്ലിക്കിൽ അവർ ഭയങ്കരമായ സത്യസന്ധരായി അങ്ങനെയൊക്കെ ജീവിക്കും. എന്നാൽ അവരുടെ രഹസ്യമായ ജീവിതത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർ സത്യസന്ധരല്ല. So in public life and in private life, if we keep honesty as a policy of our life, that will bring in God's favor. Amounts of God's favor. എന്നാൽ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ സത്യസന്ധതയിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം കൊണ്ടുവരുവാൻ ഇടയായിത്തീരുന്നതാണ്. 12ാമത്തെ കാര്യം, honor. ബഹുമാനം. When Jesus was ministering, യേശു കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ in a certain town, ഒരു പ്രത്യേക പട്ടണത്തിൽ a lady came to visit Jesus. ഒരു സ്ത്രീ വന്ന് യേശുവിനെ സന്ദർശിക്കുവാൻ ഇടയായി തീർന്നു. Are you there? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Jesus was sitting in a house. യേശു കർത്താവ് ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. And it was a rich man's house. അതൊരു വലിയൊരു പണക്കാരന്റെ വീടായിരുന്നു. Jesus visited only rich men's house in those days. അന്നത്തെ കാലത്തിൽ പൊതുവെ യേശു കർത്താവ് പണക്കാരുടെ വീട്ടിലാണ് പോകുമായിരുന്നു. Why, brother? What Jesus is that? എന്ത് യേശുവാണ് പണക്കാരുടെ വീട്ടിൽ മാത്രമാണ് പോകുന്നത്? There is a reason behind it. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. And the reason is that Jesus never visited any home alone. അതിന്റെ കാരണം ഇതാണ്, യേശു കർത്താവ് ഒറ്റയ്ക്ക് ഒരു വീട് പോലും സന്ദർശിച്ചിട്ടില്ല. Jesus always went there as a team. യേശു കർത്താവ് പോയത് ഒരു ടീമായിട്ടാണ്, ഒത്തിരി ആളുകളുമായിട്ടാണ് യേശു കർത്താവ് വീട്. Minimum there will be 12 people with him. കുറഞ്ഞ പക്ഷം ഒരു 12 പേരെങ്കിലും യേശു കർത്താവിന്റെ കൂടെ ഉണ്ടായിരിക്കും. That is the minimum. Then plus some ladies and some other gentlemen also will join. അത് മാത്രമല്ല, 12 പേരെ കൂടാതെ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു, മറ്റു പല പുരുഷന്മാരും യേശുവിന്റെ സംഘത്തോടു കൂടെ ഉണ്ടായിരുന്നു. So only rich people could accommodate Jesus in a house. അതുകൊണ്ട് യേശുവിനെ വീട്ടിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ധനവാന്മാർക്കായിരുന്നു അന്നത്തെ വിളിക്കുവാൻ പറ്റുക. Because they have to feed all the stomachs. കാരണം അത്രയും വരുന്ന ഒരു സംഘത്തിന്റെ വയറ് മുഴുവൻ നിറയ്ക്കേണ്ടത് ആ വീട്ടുകാരായിരുന്നു. Many of them were fishermen and they were very good eaters. അവര് മീൻ പിടുത്തക്കാരും സാധാരണ പണിയൊക്കെ എടുക്കുന്നവർ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരുന്നു. So Jesus visited only rich men's house. അതുകൊണ്ട് യേശു കർത്താവ് നമ്മൾ കാണുന്നത് പണക്കാരുടെ വീടുകൾ മാത്രമാണ് അദ്ദേഹം സന്ദർശിച്ചത്. Don't misunderstand me. എന്നെ തെറ്റിദ്ധരിക്കരുത്. Anyway, Jesus was in that certain house. യേശു കർത്താവ് ഒരു പ്രത്യേക വീട്ടിലേക്ക് അവിടെ ചെന്നു. A feast was going on. അവിടെ വലിയൊരു സദ്യ നടക്കുകയായിരുന്നു. Jesus heard all heard a noise. അവിടെ പെട്ടെന്ന് അലറുന്ന ഒരു ശബ്ദം, woman screaming. ഒരു സ്ത്രീ അവിടെ അലറുന്നവർ കേട്ടു. What was happening? എന്താണ് അവിടെ നടക്കുന്നത്? A woman was coming with a big jar of
perfume. അവിടെ ആ സ്ത്രീ ഒരു വലിയ സുഗന്ധദ്രവ്യത്തിന്റെ ഒരു ജാറുമായിട്ട് അവൾ വരികയാണ്. Crying and crying. അവൾ അവിടെ കരഞ്ഞുകൊണ്ട് വരികയാണ്. Jesus, forgive me. യേശുവേ എന്നോട് ക്ഷമിക്കണമേ. Oh, forgive me. യേശുവേ എന്നോട് ക്ഷമിക്കണമേ. And she opened the jar of that spikenard, a very expensive bottle of perfume. ആ സുഗന്ധദ്രവ്യത്തിന്റെ പെർഫ്യൂമിന്റെ ഒരു വലിയ വിലയേറിയ പെർഫ്യൂം അവൾ അവിടെ തുറന്നു. And Jesus, usually we take a drop of the attar. That's all. നമ്മൾ സാധാരണ അത്രയൊക്കെ പുരട്ടുമ്പോഴത്തേനും ഇത്തിരി കുറച്ചെടുത്തിട്ടാണ് നമ്മൾ അവിടെ ഇവിടെ. Now we get everything in spray form. ഇപ്പൊ നമുക്കെല്ലാം സ്പ്രേയുടെ രൂപത്തിൽ Everything is spray. എല്ലാം സ്പ്രേ. Nasal spray here, spray, hair spray, everywhere spray. നമുക്ക് മൂക്കില്, ചെവിയില്, കണ്ണില് എല്ലായിടത്തും ഒടിക്കാനുള്ള All the food items will come as spray in the days to come. ഇനി അടുത്ത് വരുവാനുള്ള കാലത്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന പോലെ കഞ്ഞിയൊക്കെ സ്പ്രേ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. That's all. Because we don't have time. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ അടിച്ചാൽ മാത്രം മതി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ But in those days it was a jar full of perfume. അന്നത്തെ കാലത്ത് ഒരു വലിയൊരു ജാറാണ്, അതിനകത്ത് നിറച്ചായിരുന്നു അത്തർ സുഗന്ധദ്രവ്യം വെച്ചിരുന്നത്. Do you know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? This lady, ഈ സ്ത്രീ did not pour out one drop. അവൾ ഒരു തുള്ളി മാത്രമല്ല ഒഴിച്ചത്. Not 2 drops. 2 തുള്ളിയല്ല Not ഒഴിച്ചത്. 10 drops. 10 തുള്ളിയല്ല. The whole bottle. ആ കുപ്പി മുഴുവൻ she poured on the head of Jesus. യേശുവിന്റെ തലയിലേക്ക് അവൾ ഒഴിക്കുവാൻ ഇടയായി തീർന്നു. It started flowing down. അത് യേശുവിന്റെ തലയിലൂടെ ഒഴുകുവാൻ through തുടങ്ങി. his garments, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലൂടെ, താടിയിലൂടെ ഒക്കെ ഒഴുകുവാൻ ഇടയായി തീർന്നു. The whole house was full of fragrance. ആ വീട് മുഴുവൻ നിറയെ നല്ല സുഗന്ധദ്രവ്യത്തിന്റെ മണം വരുവാൻ ഇടയായി തീർന്നു. Very good smell. സുഗന്ധം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ വീട് മുഴുവൻ. What was this lady doing? എന്താണ് ആ സ്ത്രീ അവിടെ ചെയ്തത്? She was honoring Jesus in front of all the folks. അവിടെ ഇരുന്ന എല്ലാവരുടെയും മുൻപിൽ അവൾ യേശുവിനെ ബഹുമാനിക്കുകയായിരുന്നു. അതൊന്നുകൂടി പറയുക. അവിടെ ഇരുന്ന ആളുകളുടെ എല്ലാവരുടെ മുൻപിൽ അവൾ യേശുവിനെ ബഹുമാനിക്കുകയായിരുന്നു. Do you know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? The favor of the Lord started flowing to her just like the perfume started, the oil started flowing on his body. യേശുവിന്റെ ശരീരത്തിൽ ആ തൈലം ഒഴുകുന്നത് പോലെ യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ആ സ്ത്രീയിലേക്ക് ദൈവത്തിന്റെ പ്രസാദം ഒഴുകുവാൻ തുടങ്ങി. All her sins were forgiven. അവളുടെ ജീവിതത്തിലെ സകല പാപങ്ങളും ആ സമയത്ത് ക്ഷമിക്കപ്പെട്ടു. All the sins were cancelled. ആ സമയത്ത് അവളുടെ ജീവിതത്തിലെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിക്കുവാൻ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. All in the house knew that she was a sinner. അവിടെ ഇരുന്ന വീട്ടിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു അവൾ ഒരു പാപിനിയായിരുന്ന സ്ത്രീയായിരുന്നു. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ, not a good lady or a gentle lady, but she was a sinner, well-known sinner, notorious sinner in the town. അവൾ ഒരിക്കലും ഒരു മാന്യതയുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല. ആ പട്ടണത്തിലെ ഏറ്റവും ഒത്തിരി നീചമായ പാപങ്ങൾ ചെയ്ത അവിടെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു വലിയൊരു പാപിനിയായ സ്ത്രീ ആയിരുന്നു അവൾ. But one act of honoring the Savior, honoring the Redeemer, cancelled all her sins. എന്നാൽ സൃഷ്ടാവിനെ, രക്ഷകനെ ബഹുമാനിക്കുന്ന ഒരേ ഒരു പ്രവൃത്തി മൂലം അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്ത സകല പാപങ്ങളും ദൈവം അവിടെ ക്ഷമിക്കുവാനിടയായി തീർന്നു. I assure you one thing. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. If you develop a habit of honoring the Lord in your life, the favor of the Lord will be flowing into your life as the oil flowing from Aaron's head to his beard and to his robes. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മാനിക്കുന്ന ഒരു സ്വഭാവം, ദൈവത്തെ മാനിക്കുന്നത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അഹരോന്റെ തലയിലൂടെ ഒഴുകിയ അഭിഷേക തൈലം പോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങാൻ പോവുകയാണ്. Take a decision today. ഇന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. I will honor the Lord
ഞാൻ ദൈവത്തെ ബഹുമാനിക്കാൻ with പോവുകയാണ്. praises, with worship. ദൈവത്തെ ഞാൻ ആരാധന കൊണ്ട്, സ്തോത്രങ്ങൾ കൊണ്ട്, സ്തുതികൾ കൊണ്ട് ഞാൻ ദൈവത്തെ ബഹുമാനിക്കാൻ There is പോവുകയാണ്. a general common way. അത് സാധാരണയായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. I will give the Lord a good portion of time every day. That is another way. എൻ്റെ ജീവിതത്തിലെ സമയത്തിന്റെ ഒരു നല്ല ഭാഗം ദൈവത്തെ മാനിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകാൻ പോവുകയാണ്. Another way is speaking about Jesus publicly without any shame. മറ്റൊരു രീതിയിൽ ദൈവത്തെ ബഹുമാനിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിനെ നാണക്കേട് കൂടാതെ യേശുവിനെ പറ്റി പറയുന്നതാണ്. Because Jesus said, if you confess the Son of God before men without any shame, I will also confess your name before the Father and the angels in heaven. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജ കൂടാതെ ദൈവപുത്രനെ പറ്റി പറയുകയാണെങ്കിൽ, യേശു കർത്താവ് പറയും, ഞാൻ നിങ്ങളുടെ പേര് ദൈവപിതാവിന്റെ മുൻപിൽ, മറ്റു മാലാഖമാരുടെ മുൻപിൽ, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് യേശു കർത്താവ് പറയും. There is a principle in the kingdom of God. ദൈവരാജ്യത്തിൽ ഇങ്ങനെ ഒരു തത്വമുണ്ട്. God said, ദൈവം പറഞ്ഞു, if you honor me, I will honor you back. നിങ്ങൾ എന്നെ മാനിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ മാനിക്കും. Another way of honoring God is with what we have: money, material blessings, everything that the Lord has given us. We can give back to the Lord for His ministry, and that's how we can honor the Lord. ദൈവത്തെ മാനിക്കുവാനുള്ള മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമുക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പണം, അത് കൊടുത്ത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുത്ത് നമുക്ക് ദൈവത്തെ മാനിക്കുവാൻ പറ്റുന്നതാണ്. Proverbs chapter 3 and verse number 9. സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. Read it in Malayalam. മലയാളത്തിൽ വായിക്കാം. യഹോവയെ നിന്റെ സമ്പത്ത് കൊണ്ടും സകല ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. ബഹുമാനിക്കുക. Hello. Honor the Lord. ദൈവത്തെ ബഹുമാനിക്കുക. With the riches you have, with the wealth you have, with the money you have. ദൈവത്തെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ മേഖലയിൽ ദൈവത്തെ ബഹുമാനിക്കുക. And with the first fruits. ആദ്യ ഫലങ്ങൾ മൂലം ദൈവത്തെ ബഹുമാനിക്കുക. That was a rule given to the Jewish people. അത് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്. Today, എന്നാൽ ഇന്ന് in the New Testament, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ whatever we have, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ, we can give a big portion to the Lord's ministry. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അതിന്റെ ഒരു വലിയൊരു ഭാഗം നമുക്ക് തിരിച്ച് ദൈവത്തിന് നൽകാവുന്നതാണ്. Regularly, minimum more than 10% of our income we have to spend for the ministry of the Lord. നമ്മൾ തുടർച്ചയായി എല്ലാ മാസം എന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന വരുമാനത്തിന്റെ കുറഞ്ഞത് ഒരു 10% നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. ബ്രദറെ, ഈ അമ്മച്ചിയുടെ പേര് അമ്മനി എന്നാണ്. ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ചേർത്തലയിൽ നിന്ന് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലായിരുന്നു ആദ്യമായിട്ട് ഈ അമ്മച്ചി പങ്കെടുത്തത്. അന്ന് അവിടെ പോകാനായിട്ടുണ്ടായിരുന്ന കാരണം ഇതായിരുന്നു. ഈ അമ്മച്ചിയുടെ ഭർത്താവ് 7 മാസം മുമ്പ് മരിച്ചു പോയിരുന്നു. ട്രാൻസ്പോർട്ടിലെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ PF ബന്ധപ്പെട്ടിട്ട് PF കിട്ടിയില്ലായിരുന്നു. അതിനോട് ചേർത്ത് വെച്ചിട്ടായിരുന്നു അമ്മച്ചി അവിടെ പോയിരുന്നത്. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പങ്കെടുത്തു. അമ്മച്ചി പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ 54,000 രൂപയുടെ തടഞ്ഞു വെച്ചിരുന്ന PF ഇവർക്ക് അനുവദിച്ചു കിട്ടി. അതിനുശേഷം തുടർമാനമായിട്ട് ചേർത്തലയിൽ നിന്ന് ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഈ അമ്മച്ചി ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഈ അമ്മച്ചിയുടെ 47 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പ്രസവത്തോടനുബന്ധിച്ച് അമ്മച്ചിയുടെ ശരീരത്തിന് വേദന തുടങ്ങിയിരുന്നു. ശരീരം മുഴുവനും വേദനയായിരുന്നു. ഒത്തിരി മരുന്നുകൾ കഴിച്ചു, ഒരു കുറവും വന്നില്ലായിരുന്നു. ഏകദേശം 47 വർഷം മരുന്ന് കഴിച്ചു എന്ന് പറയണേ. അതിലാദ്യത്തെ 27 വർഷം മരുന്ന് കഴിച്ചപ്പോഴേക്കും ഈ അമ്മച്ചിക്ക് ആദ്യം കഴിച്ച മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്നോണം ആസ്മ പിടിപെട്ടു. അപ്പോൾ ശരീരവേദനയും തുടർന്ന് ആസ്മയുമായി. ആസ്മ കാരണം 2 പ്രാവശ്യം ഇൻഹെയിൽ അടിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ ഒന്ന് ജോലി ചെയ്യാനോ എന്തെങ്കിലും ഒരു ഉണർവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മണി എന്ന് പറയുന്ന ഒരു അമ്മച്ചി
ദീർഘനാളുകളായിട്ട് ശരീരവേദനയും ആസ്മയുമായി കഴിയുന്നു. ആ സഹോദരിയെ യേശു കർത്താവ് തൊടുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അനേക വർഷങ്ങൾ പഴക്കമുള്ള ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അമ്മിണി എന്ന് പേരുള്ളൊരു സഹോദരി ആസ്മ രോഗത്തിൽ നിന്ന് പരിപൂർണമായും പുറത്തു വരുന്നു. ഒത്തിരി പഴക്കമുള്ളൊരു ആസ്മ രോഗമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ അമ്മച്ചി പറയാ, അന്ന് മുതൽ ഇന്ന് വരെ ആസ്മയുടെയോ ശരീരവേദനയോ ഞാൻ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 47 വർഷം ശരീരവേദനയാൽ ഭാരപ്പെട്ടിരുന്ന എനിക്ക്, 20 വർഷം ആസ്മയാൽ ഭാരപ്പെട്ടിരുന്ന എനിക്ക്, കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇന്ന് വരെ ഞാൻ മരുന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം, ജോലിയും ചെയ്യാം. പൂർണ്ണമായിട്ടും യേശു ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് ഒരിക്കൽ കൂടി യേശുവിന് മഹത്വം കൊടുത്തേ. ആൻറ്റി, എന്താണ് ബ്രദർ ഡാമിയൻ ടി വിയിലൂടെ പറഞ്ഞത്? ഒന്ന് ആൻറ്റിയുടെ വാചകങ്ങളൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ റൂമിനകത്ത്. ഓക്കെ. ഞാൻ വന്ന് ടി വി വെച്ചപ്പോൾ സൗണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് ലാസ്റ്റത്തത് മാത്രമേ കേൾക്കാൻ കിട്ടിയുള്ളൂ. അങ്ങനെ കേൾക്കാൻ പറ്റി. കേട്ടത് സിസ്റ്ററിന്റെ പേരായിരുന്നു പറഞ്ഞു. പറഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ആസ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കില്ല, ഒന്നുമില്ല. പൂർണ്ണമായിട്ട് യേശു സൗഖ്യമാക്കി. ശരീരവേദനയും മാറി. ഹല്ലേലൂയ. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വർഷങ്ങളായിട്ട് ശരീരവേദന മാറുവാനായി മരുന്ന് കഴിച്ചത് കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന പോലെ വന്ന രോഗവും യഥാർത്ഥ രോഗവും കർത്താവ് ഒരുപോലെ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കി കൊടുത്തു. ഹല്ലേലൂയ. തൻ്റെ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്ന ദൈവമാണ്, അറിയുന്ന ദൈവമാണ്. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, മുടങ്ങാതെ ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ വരുവാൻ കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. കൂടുതൽ യേശുവിനെ അറിയുവാനും അനേകർ യേശു തനിക്ക് ചെയ്ത നന്മ പറയുവാനും തന്നെ അങ്ങ് ധൈര്യപ്പെടുത്തണമേ, അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കൊട്ടാരക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 17 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. അമരവിള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 18 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവുനന്ദ ഓഡിറ്റോറിയം, ഉദിയൻ കുളങ്ങര, അമരവിള. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ 2 പേർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ചാൽ, ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. നമ്മൾ ഒത്തിരി പേർ ഒരുമിച്ച് ഐക്യതയോടെ നമ്മുടെ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സകലവിധ രോഗികളും സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കരളിന് പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ലിവർ സിറോസിസ് ആവാം, അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, ആ കരളിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ കിഡ്നികൾ തകരാറിലായതോ, കിഡ്നി സ്റ്റോൺ ആകാം, കിഡ്നികൾക്കകത്തുള്ള സിസ്റ്റുകളാകാം, പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു പോയതാകാം. യേശുവിൻ്റെ നാമത്തിൽ കിഡ്നികൾ സൗഖ്യമാകട്ടെ. അതുപോലെ കുടലിനകത്ത് ഉള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു. വിവിധ രീതിയിലുള്ള ക്യാൻസർ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ത്വക്ക് രോഗങ്ങൾ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. വിവിധ രീതിയിലുള്ള ത്വക്ക് രോഗങ്ങളും അലർജിയും, പ്രത്യേകിച്ച് സൊറായസിസ്, തലയിലും പല സ്ഥലങ്ങളിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഉള്ള സൊറായസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിപൂർണമായും സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനമോ അതുപോലെ എന്തോ പ്രയാസം അനുഭവിച്ച് കഴുത്ത് തിരിക്കുമ്പോഴും ഒക്കെ പ്രയാസമുള്ളൊരു വ്യക്തി യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആൽബർട്ട് എന്ന പേരുള്ളൊരു സഹോദരൻ, കഴുത്തിന് പ്രയാസമുള്ള ആ വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണ്ണമായും സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. നിങ്ങൾ 2 കൈകൾ ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രശ്നം എന്താണെങ്കിലും, അത് ഗുരുതരമാണെങ്കിലും, രോഗം എന്താണെങ്കിലും,
അത് എത്ര വഷളാണെങ്കിലും കർത്താവ് പരിപൂർണ്ണ വിടുതൽ കൊടുക്കണമേ. മദ്യപാനികൾ, മദ്യം നിർത്താനേ പറ്റുന്നില്ല, പക്ഷേ ഭയങ്കരമായൊരു വ്യത്യാസം അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ വിടുതൽ മദ്യപാനികൾക്ക് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ, നീ കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടില്ലാത്ത ചിലർക്ക് നിങ്ങൾ SMS അയക്കണം, ഫോൺ ചെയ്ത് പറയണം, നേരിട്ട് പറയണം, ഈ പ്രോഗ്രാം കാണാൻ പറയുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഈ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് ന്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശൗൽ ആത്മാഭിഷേകം പ്രാപിച്ചത് എവിടെ വെച്ച്? Where was Saul when he was filled with the Holy Spirit? Options: A. Ashdod, B. Damascus, C. Venmadam, D. Tarsus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്.